Yes. Okay. Good Sita. Good morning. Let us start. Okay, Smita. Good morning. Rekhana, good morning. Priyanka, Nandana, good morning. Sandra, good morning. Siji Jose, good morning. Okay. Let us start. Okay. നമുക്ക് ആരംഭിക്കാം. Yes, Rekhana, let us start. ഞാനിത് പറയാതെ. ഓക്കെ 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 ഓക്കെ. അഞ്ജന, എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലെ കാലാവസ്ഥ? അഞ്ജന, മഴയുണ്ടോ? ഓക്കെ. ഏത് ജില്ലയിലാണ്? യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. നേരത്തെ ഒരു പക്ഷേ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും പറയുന്നു. ഏത് സമയം വേണമെങ്കിലും എന്തെങ്കിലും ക്ലാസ് ഡിസ്കണ്ടിന്യൂ ആയാൽ ടെക്നിക്ക് പറഞ്ഞാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറയും, അതിന്റെ സ്ട്രക്ചർ പറയുകയും അതിന്റെ മീനിങ് നമ്മൾ നോക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് പറഞ്ഞു, വാസ് അല്ലെങ്കിൽ വേറെ പറഞ്ഞു, പിന്നെ വെർബ് പറഞ്ഞു. ആ വെർബിന്റെ കൂടെ ഒരു ഐഎൻജി കൂടി ചേർന്ന് വരുമ്പോഴാണ് അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആകുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. പാസ്റ്റ് കണ്ടിന്യൂസ്. യെസ്. പാസ്റ്റ് കണ്ടിന്യൂസ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. They were going, she was using it. അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾസ് നമ്മൾ അതിന്റെ പറയുകയും ചെയ്തു. യെസ്. വീണ്ടും നമ്മൾ പറഞ്ഞത് അതേ വാചകത്തിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ, ഏത് ഓക്സിലറി വെർബാണോ ഉപയോഗിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർത്ത് കഴിയുമ്പോൾ ടേൺ ഇൻടു എ നെഗറ്റീവ് സെന്റൻസ്. അതെന്തായിട്ട് മാറുന്നു? ഒരു നെഗറ്റീവ് വാചകമായിട്ട് മാറുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ പറഞ്ഞത് അതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു. ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകം. അപ്പൊ വാസ് അല്ലെങ്കിൽ വേറെ അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതെന്തായിട്ട് മാറുന്നു? ഒരു ചോദ്യമായിട്ട് മാറുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പൊ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോ വേറൊരു കാര്യം കൂടി നമ്മളിത് പറഞ്ഞിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ നോക്കാമെന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നില്ലേ അഞ്ജന, എങ്ങനെ നമ്മളൊരു വിഷയത്തെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞത്? യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ആരാണ് ഐശ്വര്യ മേഡനെ കുറിച്ച് പറയുന്നത്?
Yes. അപ്പൊ രഹന സ്റ്റാർട്ട് ചെയ്തോളൂ. യെസ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി, കുഞ്ഞിനെ ഉറക്കുമായിരുന്നു. അത് കുഴപ്പമില്ല, ഉള്ളത് മതി. ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ, കിട്ടി. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ്, അന്ന് കുറച്ചുപേര് ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരോട് കേൾക്കാൻ വേണ്ടി പറയുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ഇപ്പോഴത്തെ ചെയർമാനായിട്ടുള്ള പ്രേം കുമാർ ഒരു വാചകം പറഞ്ഞു. ഒരു പത്രക്കാർക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, എൻഡോസൾഫാൻ എത്രമാത്രം വിഷമയമാണോ അത്രയും വിഷമയമായിട്ടുള്ള ഒന്നാണ് സീരിയലുകൾ എന്ന് പറഞ്ഞു. ഇത് വലിയൊരു വിവാദത്തിന് കാരണമായി. കുറച്ച് ആളുകൾ പറഞ്ഞു, എൻഡോസൾഫാനോട് സീരിയലിനെ ഉപമിച്ചത് ശരിയാണ്, പ്രേംകുമാറിന്റെ അഭിപ്രായമാണ് ശരി, അത് ശരിയാണ് എന്ന് പറഞ്ഞു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സീരിയലിനെ കുറിച്ച് അവർ പറയുന്നത്. ഇത് ഒരിക്കലും അവസാനിക്കുന്നില്ല, എല്ലാത്തിലും ഒറ്റ സ്റ്റോറി തന്നെയാണ്, വേറെ ചെറിയ അപ്പുറത്ത് ആണാണെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പെണ്ണാവുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. മാത്രമല്ല ഇത് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നു, ഒരുപാട് ആളുകളുടെ സമയം നഷ്ടപ്പെടുന്നു, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പറ്റുമെങ്കിൽ അബോളിഷ് ചെയ്യണം, നിർത്തലാക്കണം എന്നുള്ള അഭിപ്രായത്തോട് തന്നെ അദ്ദേഹം മുന്നോട്ട് വന്നു. കുറച്ചു പേര് പറഞ്ഞു അത് ശരിയല്ല, കാരണം ഇത് വയസ്സായ ആളുകൾക്ക് അവർക്ക് എല്ലാ ദിവസവും പുറത്തൊന്നും പോകാൻ പറ്റില്ല, അവർക്ക് വീട്ടിലിരുന്ന് ആസ്വദിക്കാവുന്ന ഒരു സംഗതിയാണ് സീരിയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മാത്രമല്ല ഇത് ഒരുപാട് ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ജോലി കൊടുക്കുന്ന ഒരു വ്യവസായ മേഖല കൂടിയാണ്. അതിനോടൊപ്പം തന്നെ സീരിയൽ എന്ന് പറയുമ്പോൾ അതിനെ ഒരു ആർട്ട് ഫോം, ഒരു കലയായിട്ട് മാത്രം കണ്ടാൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് അതിനെ കാണേണ്ട കാര്യമില്ല എന്നുള്ള അനുകൂലമായ അഭിപ്രായവും പ്രതികൂലമായ അഭിപ്രായവും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. ആലോചിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ ആ അഭിപ്രായം പറയാം. ആ അഭിപ്രായം ഇങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു, ഐ എഗ്രി വിത്ത് പ്രേംകുമാർ ഒപ്പീനിയൻ. പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എന്നിട്ട് നിങ്ങൾ യോജിക്കുന്ന ഫീൽഡുകളുടെ കാരണം പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഡിസഗ്രി, ഞാൻ വിയോജിക്കുന്നു വിത്ത് പ്രേംകുമാർ ഒപ്പീനിയൻ, പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു ബിക്കോസ്, കാരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോ അന്നില്ലാതെ ആകെ 4-5 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർക്ക് ഇല്ലാതെ അവരോട് ഞാനിപ്പോ പറയുകയാണ്, നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. ഓക്കെ, രഹന സ്റ്റാർട്ട് ചെയ്തോളൂ. പറഞ്ഞോട്ടെ സാർ? സ്റ്റാർട്ട് ചെയ്തോളൂ. I both agree and disagree with the Premchand's opinion. Some people, especially elders, often watching TV for provide relaxation. Yes. And they are always together to watch, which helps in strengthen families' relationships. Yes. Some TV shows help show local traditions, festivals, etc. Yes. They also provide important topics like women rights, education, health, etc. Yes. In case of disadvantages or disagree, watching daily episodes become a habit and a waste of lot of time. Yes. Watching daily is an addiction and neglect other activities. Yes. Watching too much serial may affect children's
Yes. wrong behavior or loss of interest in studies. Yes. പോരെ? Yes. അത്രയൊക്കെ എഴുതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ രഹന്റെ അഭിപ്രായം എന്താണ്? രഹന സീരിയൽ കാണാറുണ്ടോ? ഹാവ് യു ദ ഹാബിറ്റ് ഓഫ് സീയിങ് സീരിയൽ? ആ, ഇടയ്ക്കിടയ്ക്ക്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സീരിയൽ? ഗീതാ ഗോവിന്ദം. ഗീതാ ഗോവിന്ദം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അഞ്ജന കേക്കെ, അഞ്ജന സർ പറഞ്ഞു. അഞ്ജന പറയട്ടെ സർ. പ്രിയങ്ക റെഡി ആയിക്കോളൂ. ഓക്കെ, സ്മിത റെഡി ആയിക്കോളൂ. യെസ്, പറഞ്ഞോളൂ അഞ്ജന. I agree with Mr. Prem Kumar sir, because the stories of serials are fight between families. Yes. It is seen and imitated at homes. Yes. Serials that start at 6 p.m. and end at 10 p.m. Yes. So now there is no prayer in many homes. Yes. Even the topics of women's talk about are serial stories. Yes. Our mothers have become addicted to serials. Yes. There are no good message to be received from serials. Yes. പോരെ സർ? അത്രേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ. അഞ്ജന വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാൻ അഞ്ജനോട് വേറെ വെറുതെ തമാശയെ കുറിച്ച് ചോദിക്കും. അപ്പൊ അഞ്ജന സീരിയൽ എന്തിനാണ്? അഞ്ജനയ്ക്ക് സീരിയൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിക്കും. 10,000 rupees per day. Will you accept the offer? 10,000 rupees per day. അഞ്ജന, അഞ്ജന കേക്ക് ഹലോ സാർ, ആക്സെപ്റ്റ് ചെയ്തില്ല. ചെയ്യില്ല. ചെയ്യില്ല. ഓക്കെ ഓക്കെ ഓക്കെ. 10,000 rupees ആണ് per day. 15,000 രൂപ ആവാം. എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. തമാശക്ക് ചോദിച്ചാണ്. അപ്പൊ സീരിയലില് എഴുതുന്ന എനിക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ പേരില്, അപ്പൊ അദ്ദേഹവുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത് ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചുമ്മാ വെറുതെ ചോദിച്ചതാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം. യെസ്. അപ്പോ ഗഗന കുറച്ച് ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ. ഗഗന പറയൂ. ഗഗനയുടെ അഭിപ്രായം എന്താണ് സീരിയലിനെ കുറിച്ച്? Serial has both negative as well as നല്ല കാര്യങ്ങളുണ്ട്. I agree with Prem Kumar's opinion. Firstly, watching a serial is waste of time. When they're watching a serial daily, it leads to an addiction. And people have no proper communication between families. All they are watching TV. And finally, it does not convey any moral to people. Yes. They have only a negative aspect like a fight, cheating, etc. So it cannot convey any good things to a society. Yes. അത്രേ ഉള്ളൂ സർ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത് സ്മിത സതീഷ്. സ്മിത. Okay, sir. What is your opinion about series? I agree and also disagree. Disagree because some aged women watch TV on night serials on their realizations. Yes. Agree because that affects children's studies. They see night serials, not studying. Yes. That much only. Okay.
അത് അതിന്റെ നെഗറ്റീവ് സൈഡ്, ഇനി പോസിറ്റീവ് സൈഡ് രണ്ടുണ്ടെന്ന് സ്മിത പറഞ്ഞല്ലോ. മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞോ, തെറ്റിക്കോട്ടെ പറഞ്ഞോ. എനിക്ക് പറയാനൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇംഗ്ലീഷിലായതുകൊണ്ടാണെന്നല്ലേ സ്മിത ഉദ്ദേശിച്ചത്. അതെ, അല്ലെ, അത് മലയാളത്തിൽ പറഞ്ഞോ, നമുക്ക് ഇംഗ്ലീഷിലോട്ടാക്കാം. അങ്ങനെ കുറച്ച് വീട്ടമ്മമാർക്ക് അത് റിലാക്സേഷൻ ആണ്, ഒരു എന്റർടൈൻമെന്റ് ആണ്. It is a relaxation to the housewives. Yes. അല്ലെങ്കിൽ old പറഞ്ഞോ, അത്രേ ഉള്ളൂ. ഓക്കെ 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 സ്മിത, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ പ്രിയങ്ക രതീഷ്. പ്രിയങ്ക രതീഷ്. യെസ്. നന്ദന. Yes, sir. പറയൂ, what is your opinion about serials? Sir, I agree and disagree with this topic. Yes. Sometimes doesn't break the family unity, and sometimes it does because it our thinking. Yes. Our thinking style is. Yes. Also, we have some good points to for. Sir, കുറച്ച് കഴിഞ്ഞിട്ട് പറയാമോ? പറഞ്ഞാൽ തെറ്റിക്കോട്ടെ നന്ദന, പറഞ്ഞോളൂ. പറഞ്ഞപ്പോ നോക്കണ്ടേ, പറഞ്ഞോളൂ. നോ പ്രോബ്ലം. നമ്മളിവിടെ അങ്ങനെ 8 പേരല്ലുള്ളൂ. Why should you worry? ഇവരൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായില്ല, അത് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. But also we give some good points to make our family unity, and sometimes it doesn't. അതൊക്കെ തന്നെയാണ് സർ. യെസ്. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ യൂണിറ്റി എന്ന് പറയുന്ന ഒരു പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ചെങ്കിലും ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഇറ്റ് ഡസന്റ് ഗിവ് എനി മോറൽ, it doesn't give any support to family. There may be that leads to a conflict between the family members, like among the family members. Yes. Okay. Very good, very good. Okay. അപ്പൊ ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് നിങ്ങളുടെ ശരിയാണ്, നിങ്ങളുടെ മാത്രം ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ഇത് പറഞ്ഞ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ഇംഗ്ലീഷിൽ പറയാനായിട്ട് കാണിച്ച ധൈര്യത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം. ഓക്കെ. യെസ്. നമുക്ക് അടുത്ത വേറെ വിഷയത്തെ കുറിച്ച് പറയാം. ആ വിഷയത്തെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ ഒന്ന് നോക്കുക. നോക്കിയിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. യെസ്. അപ്പൊ ഞാൻ വിഷയം പറയാം. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ആൻഡ് സിറ്റി ലൈഫ്. വിഷയം ഇതാണ്, വില്ലേജ് ആൻഡ് സിറ്റി ലൈഫ്. വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമം, സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ, പട്ടണം. യെസ്. അപ്പോ വിച്ച് ലൈഫ് സ്റ്റൈൽ യു പ്രിഫർ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എവിടെ ജീവിക്കാനാണ്? സിറ്റിയിൽ ജീവിക്കാനാണോ അല്ലെങ്കിൽ ഗ്രാമത്തിൽ ജീവിക്കാനാണോ? നിങ്ങൾ സിറ്റിയിലാണ് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള കാരണം എന്ത്? നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറയാം. തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടാവും, സ്കൂളുകൾ ഉണ്ടാവും, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളം ഉണ്ടാവും, ധാരാളം തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവും, ധാരാളം ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ എവിടെ താമസിച്ചാലുണ്ട്? സിറ്റിയിൽ താമസിച്ചാലുണ്ട്. ദാറ്റ് ഈസ് വൈ ഐ പ്രിഫർ സിറ്റി ലൈഫ്. ഇനി നിങ്ങൾക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഗ്രാമത്തിലാണെങ്കിൽ ആ ഗ്രാമത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ താമസിക്കണമെന്ന് പറയുന്നത്? അതിനെ നിങ്ങൾ പ്രേരിപ്പിക്കുന്ന കുറച്ച് കാരണങ്ങളുണ്ട്, അല്ലേ? ഗ്രാമം എന്ന് പറയുമ്പോൾ അത്
വെർച്യൂസ്, നന്മകൾ കൊണ്ട് നിറഞ്ഞതാണ്. പിന്നെ പൊല്യൂഷൻ, ട്രാഫിക് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള പൊല്യൂഷൻസിൽ നിന്നെല്ലാം വിമുക്തമാണ്. യെസ്. പിന്നെ നാടിന്റെ ഭംഗിയും പ്രകൃതി ഭംഗിയും ഹരിതാഭയും എല്ലാം കണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഗ്രാമത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിന് നിങ്ങളെ പ്രേരിപ്പിച്ച കുറച്ച് കാരണങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അടുത്ത പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാരംഭിക്കേണ്ടത് ഐ പ്രിഫർ വില്ലേജ് ലൈഫ്. ഞാൻ വില്ലേജ് ലൈഫാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിക്കോസ്. എന്നിട്ട് നിങ്ങൾ അതിന്റെ കാരണം പറയാം. അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഐ പ്രിഫർ മീൻസ് ഇഷ്ടപ്പെടുന്നത്, ഐ പ്രിഫർ സിറ്റി ലൈഫ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് കാരണം പറയാം. എന്ന് പറയുന്നത് സിമ്പിളായ വിഷയമല്ലേ, പറയാൻ പറ്റൂലേ? അടുത്ത പ്രാവശ്യം ഗഗന ആർ യു ഓക്കെ? ഓക്കെ. ഗഗന ഓക്കെ, രഹന ഓക്കെ, അഞ്ജന ഓക്കെ, രഹന അഞ്ജന ഓക്കെ, പ്രിയങ്ക കിട്ടിയില്ല. നന്ദന ആർ യു ഓക്കെ? യെസ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ അതിന്റെ പാരഗ്രാഫ് ഒന്നും എഴുതുന്നുണ്ട്, ജസ്റ്റ് പോയിന്റുകൾ മാത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിന്റുകൾ മാത്രം എഴുതി പിടിക്കും. എന്നിട്ട് ആ പോയിന്റ് വെച്ചിട്ട് 2 വാചകം അതിനെ കുറിച്ച് പറയും. അടുത്തൊരു പോയിന്റ്, ആ ഒരു പോയിന്റിനെ കുറിച്ച് 2 വാചകം. അങ്ങനെ പറയാനായിട്ട് നമ്മൾ ശീലിക്കുക. നമ്മൾ മുഴുവൻ എഴുതിക്കൊണ്ട് പോകാനല്ല, നമ്മളിങ്ങനെ പോയിന്റ് വൈസ് നോക്കിയിട്ട് ആ പോയിന്റ് ഇതിനെ കുറിച്ച്, തത്സമയത്തിനെ കുറിച്ച് ഇന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ഐക്യു, നമ്മുടെ ഇംഗ്ലീഷ് കൺസെപ്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു കഴിവും, തത്സമയം ലൈവായിട്ട് പറയാനായിട്ടുള്ള നമ്മുടെ ഒരു കഴിവും. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞതുപോലെ, ആ കുട്ടി പറഞ്ഞു എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത് പറഞ്ഞു. അപ്പൊ എന്തിനാണ് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയോട് കുറെ നേരം ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി നല്ല ക്ലിയർ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരു തെറ്റുമില്ല, വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കൃത്യമായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനോട് ചോദിച്ചു, ഇത്രയും കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്, ഇതേപോലെ സംസാരിച്ചാൽ പോലെ. അപ്പൊ അതുപോലെ സാറിനോട് പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് പൊട്ടത്തിനും വിളിച്ചു പറയാമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. നേരെ മറിച്ച് ഞാനിത് വേറൊരാളുമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ ബ്ലാങ്ക് ആയി പോകും. ഇപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിന് ഞാൻ എന്ത് വേണമെങ്കിലും പറയുന്നത് തെറ്റായിരിക്കും, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസം. പക്ഷെ വേറെ ആരോട് സംസാരിക്കുമ്പോൾ എന്റെ മനസ്സ് ബ്ലാങ്ക് ആയി പോകും. ഇത്തിപ്പി പറഞ്ഞതുപോലെയുള്ള വാക്കുകൾ എനിക്ക് അന്നേരത്തെ കിട്ടൂല എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും ഇതേപോലെയുള്ള സെയിം പ്രോബ്ലം അനുഭവിക്കുന്നവരാണോ? യെസ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതില് സ്മിത പറഞ്ഞു ഞാൻ മലയാളത്തിലാണെങ്കിൽ തകർത്തേനെ എന്ന് പറഞ്ഞു. ഓക്കെ സ്മിത. ഓക്കെ, ഹൗ ആർ യു സ്മിത? Fine, sir. Very good, very good, very good. Okay. Then where are you from? I'm from Kasaragod. You are from Kasaragod. Oh, very good, very good. What is the weather like today? Rain. Oh, it is rainy. Raining. Okay. Do you like rain? Yes, I like. അപ്പോ സ്മിതയുടെ ഉള്ളിലൊരു എന്താ പറയാ, ഒരു കലാകാരി ഒളിഞ്ഞു കിടപ്പുണ്ടല്ലേ, മഴയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. Am I right? Yes, I like rain. Yes. Okay, very good. Okay. Do you like coffee? No. No. Yes. No. What is your favorite color? Green. What is Michael. Green color. pink color? Yes. Pink is your favorite color. When I ask most of the students what is your favorite color, they say they like pink color. Why do you like pink color? എന്തുകൊണ്ടാണ് പിങ്ക് കളർ ഇഷ്ടപ്പെടാൻ കാരണമുണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലെ, അതിനോട് ഇഷ്ടമുള്ള അല്ലെ? Okay. Very good. Do you have any pets?
PETS, pets. No, sir. Not that. Pets എന്ന് പറഞ്ഞാൽ പട്ടി പൂച്ച അങ്ങനെയൊക്കെ സംഗതികളുണ്ടോ എന്നാണ് ചോദിച്ചത്. Do you have any pets? No, sir. No. ഉറക്കെ പറഞ്ഞോളൂ. Very good, very good. Suppose that you have, if you get a free time, what you want to do? സ്മിതക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ആ ഫ്രീ ടൈം ആ സമയത്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ത്? That time, I'm stitching. Stitching. Yes. Seeing TV. Seeing TV. Watching. അപ്പോൾ നമുക്ക് seeing TV എന്നുള്ള watching TV ആണ്. Okay. 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 Yes. Okay, but if you get it free time, you will use that time for stitching and watching TV. Watching TV. Okay, very good, very good. Okay. Nandana. Yes, sir. Very good. Nandana, how are you? Fine, sir. Very good. Okay. Nandana, if you get 2 days free, 2 days, TW, 2 days free, where you want to go? Which is your favorite place in Kerala? Sir, Or which is question your ഒന്നുകൂടെ പറയൂ. അതായത് 2 ദിവസം നന്ദനക്ക് ഒരു അവധി കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം അവധി കിട്ടിയ where you want to go for your favorite destination? കേരളത്തിനകത്ത് നന്ദനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പോകാൻ ഇഷ്ടപ്പെട്ട 2 ദിവസം ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റുന്ന സ്ഥലം ഏതാണ്? I want to go in some beach areas or something like that. You want to go to the beach areas? Yes. Oh, very good. What is your favorite food? Chicken biryani, sir. Chicken biryani. Do you know how to cook chicken biryani? No, sir. No, sir. You have no habit of cooking. Yes. I do, sir, Okay. but I don't know how to cook chicken biryani. Yes. So what is your favorite cooking recipe? What do you want to cook? Nothing special, sir. Nothing special. Okay. Can you drive a vehicle? Sir, കേട്ടില്ല. Can you drive? Yes or no? എന്തോ sir? Can you drive? DRIV, drive? No, sir. No. Okay. What is your hobby? I like to watch some reels in Insta and read some books and play with my brother. Okay. You want to read some books and you want to see some reels and you want to play with your brother. Okay, Nandana, very good. Okay. Yes, Rehana. Yes, sir. Okay. What is your hobby? അപ്പൊ രഹന ഹോബി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്ര എന്റെ ഹോബി? യെസ്, എന്തെങ്കിലും പറഞ്ഞാൽ മതി. യെസ്. Hello. പറഞ്ഞോളൂ രഹന. Network. ക്ലിയർ ആയില്ല? നോട്ട് ക്ലിയർ. Dancing. Yes, dancing. Okay. Which type of dance you perform? Classical dance or semi-classical or modern dance or cinematic dance? All type of dance. Classical, All type of- semi-classical, contemporary. Oh, contemporary. Okay. Which is your favorite song? Favorite song. In Malayalam, Shivadam Shivanamam. Song from Malavil Yes. movie. Yes. In Tamil, Minsarakanna. Okay. In Hindi? Hindi,
മറ്റേ ബുൾബുലായെ മൂവിക്കകത്ത് സോങ് ഇല്ലേ? Do you know? Can you sing a Hindi song? അയ്യോ, Nice. Can you sing a Tamil song? yes. അല്ല, Yes. Yes എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ അല്ലാതെ പറയണ്ടല്ലേ? Yes. പാടിയ കൊള്ളത്തില്ലായിരിക്കും സാർ, പാട്ട് പാടാൻ അറിയത്തില്ല. അത് കുഴപ്പമില്ല. ഞങ്ങളിപ്പോ അങ്ങനെ എത്ര പേരുണ്ട് ഇവിടെ? ഞാൻ ഉൾപ്പെടെ 7 പേരുള്ളൂ. യെസ്, 6 പേരെ കുട്ടിയാൽ മതി. ഒരാൾ സ്മാർട്ട് സ്റ്റേയാണ്. യെസ്. മലയാളം മതിയോ? ആ, എന്നാ മലയാളം പറഞ്ഞോളൂ. കൊതിച്ചു ഈ മടിയിൽ നീനുറങ്ങി എത്ര നിனைച്ചു. പോരെ സാർ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ രഹന, യെസ്, വെരി ഗുഡ് വെരി താങ്ക് ഗുഡ്. യു സാർ. അഞ്ജന കേക്കേ? അഞ്ജന കേക്കേ? Sir, ഓക്കെ, വാട്ട് ഈസ് യുവർ ഹോബി അഞ്ജന? I will draw a picture and I read some books. Yes. I, Okay, you told that you draw picture. Which type of picture? Painting or pencil drawing? Paintings and pencil drawings. Okay, okay, okay. Very good. Have you any siblings? Yes, sir. Yes. Okay, okay, okay. Very good, very good. Then, what is your favorite movie? I like all movies. You like all movies. Which movie did you see last? Name the Malayalam movie. കേട്ടില്ല sir. Hello. Sir. കേട്ടില്ല. ഏത് മൂവിയാണ് അഞ്ചേറ്റവും അവസാനം? ഉണ്ട് കേട്ടോ, കാരണം ഭയങ്കര ശബ്ദം വരുന്നുണ്ട്. സാർ റേഞ്ച് പ്രോബ്ലം ഉണ്ട്. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ അടുത്ത ദിവസം ചോദിച്ചോളാം. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഇന്നിപ്പോ പഴയ കാര്യം ഒക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടാവുക. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ ഞാൻ അടുത്ത ദിവസം ചോദിച്ചോളാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോ നമ്മൾ പറഞ്ഞത് ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അടുത്ത പ്രാവശ്യം സംസാരിക്കാനായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നാം പറയുന്നത് അടുത്ത ഒരു ടെൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കണം. ജസ്റ്റ് തുടങ്ങി വെക്കുക. നമ്മൾ 5 ടെൻസ് നമ്മൾ പറഞ്ഞു. ഇനി 6ാമത്തെ ഒരു ടെൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നു. ആ ടെൻസിന്റെ പേരാണ് ഫ്യൂച്ചർ കണ്ടിന്യൂവസ്. ഫ്യൂച്ചർ കണ്ടിന്യൂവസ്. ഫ്യൂച്ചർ കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും എന്ന അർത്ഥം വരുമ്പോഴാണ് നമ്മളവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂവസ്. ആയിരിക്കും, പോവുകയായിരിക്കും, നടക്കുകയായിരിക്കും, നാളെ അവൻ ഉറങ്ങുകയായിരിക്കും, നിങ്ങൾ ഇങ്ങോട്ട് വരികയായിരിക്കും, ആയിരിക്കും എന്ന് വരുന്നത്. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂവസ്. പ്രസന്റ് കണ്ടിന്യൂവസ് നമ്മൾ പറഞ്ഞു ആകുന്നു. പാസ്റ്റ് കണ്ടിന്യൂവസ് നമ്മൾ പറഞ്ഞു ആയിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരുമ്പോൾ ആയിരിക്കും. അതാണ് വ്യത്യാസം. അപ്പൊ ഏത് വേർഡാണോ നമുക്ക് വേണ്ടത് ആ വേർഡ് നിങ്ങൾ മാറ്റി ഉപയോഗിച്ചാൽ മതി. പോവുകയായിരിക്കും എന്ന് പറയുമ്പോൾ ഗോ എന്ന് ഉപയോഗിക്കുക. വരികയായിരിക്കും എന്ന് പറയുമ്പോൾ കം എന്ന് പറയുന്നത് ഉപയോഗിക്കുക. നടക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ ജമ്പ് എന്ന് ഉപയോഗിക്കുക. ആ വാക്ക് ഉപയോഗിക്കുക. ആയിരിക്കും എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡ് ഏതാണെന്ന് പറയാമോ? ആയിരിക്കും. Will be. Will be. കറക്റ്റ് ആൻസർ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്താണ്? Will be. Will be. That means ആയിരിക്കും. I will be in Thrissur tomorrow. നാളെ ഞാൻ തൃശ്ശൂരായിരിക്കും. I will be
റൈറ്റിംഗ് എ ലെറ്റർ ടുമാറോ, നാളെ ഞാൻ കത്ത് എഴുതുകയായിരിക്കും. ഈ സമയത്ത് റൈറ്റ് നൗ, ഇപ്പോൾ ഞാൻ കത്ത് എഴുതുകയായിരിക്കും. നമുക്ക് വേറെ പറയാം, യു വിൽ ബി വിസിറ്റിംഗ് കാശ്മീർ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച നിങ്ങൾ കാശ്മീർ സന്ദർശിക്കുകയായിരിക്കും. അപ്പോ അതിന് പറയുന്ന പേരാണ് വിൽ ബി എന്ന് പറയുന്ന പേര്. അപ്പൊ വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയിരിക്കും എന്നാണ് അർത്ഥം. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ അതും കൂടി ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അതുൾപ്പെടെ നമ്മൾ ഇപ്പോഴത്തെ ടെൻസിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് 6 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പോൾ ഒരൊറ്റ വേർഡ് എടുത്തിട്ട് നമ്മൾ ഈ 6 ടെൻസിന്റെയും അർത്ഥങ്ങൾ ഇവിടെ കടന്നുപോയി. അപ്പൊ പോകുക എന്ന് പറയുന്നത് വേർഡ് എടുക്കുക. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ പോകാറുണ്ട് എന്നർത്ഥം വരും. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ പോയി എന്നർത്ഥം വരും. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ പോകും എന്നർത്ഥം വരും. പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയാകുന്നു എന്ന് പറയും. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയായിരുന്നു എന്ന് പറയും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയായിരിക്കും എന്ന് പറയും. യെസ്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിപ്പോ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് അതൊന്ന് സൂചിപ്പിച്ചത് മാത്രം. ഓക്കെ, യെസ്. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ വൊക്കാബുലറി അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരത്തിന്റെ ആദ്യത്തെ ലെറ്റർ ഇ എന്നാണ്. ഇ എന്ന് പറയുന്ന ലെറ്ററിലാണ് ആൻസർ ആരംഭിക്കുന്നത്. 11. രണ്ടാമത്തെ ലെറ്റർ എം എന്നാണ്. എം, മേഴ്സി, എം. യെസ്. അപ്പൊ ഈ എമ്മിൽ തുടങ്ങുന്ന ലെറ്ററുകളാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം ഇതാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ ഹൂ റൂൾസ് എംപയർ. ഓക്കെ, നന്ദന, സ്മിത, അഞ്ജന. കറക്റ്റ് തന്നെയാണ്. എ മാൻ ഹൂ റൂൾസ് എംപയർ, അത് എംപറർ ആണ്. ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എംപറർ ആൻഡ് കിങ്? അതിനകത്ത് പെട്ടതല്ല, വെറുതെ ചോദിച്ചാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എംപറർ ആൻഡ് ദ കിങ്? രാജാവ് എന്ന് പറഞ്ഞ, കിങ് എന്ന് പറഞ്ഞ രാജാവ്, എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യെസ്, ചക്രവർത്തി എന്ന് പറയുമ്പോൾ രാജാക്കന്മാരുടെയും കൂടി രാജാവാണ്. ചില രാജ്യങ്ങളെല്ലാം കീഴടക്കിയിട്ട് ഈ ചക്രവർത്തി അവരെ തന്നെ ഏൽപ്പിച്ചിട്ട് ആ ചക്രവർത്തിയുടെ കീഴിൽ എംപറർ, ആ ചക്രവർത്തിയുടെ കീഴിൽ രാജാവായിട്ട്, അപ്പൊ ആ ചക്രവർത്തിക്ക് കറക്റ്റ് വർഷാവർഷം ആവശ്യമായിട്ടുള്ള ടാക്സ് കൊടുത്തിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ ഓക്കെ, ഈ എംപറർ ഈസ് കൺസിഡർഡ് ടു ബി ദ കിങ് ഓഫ് കിങ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോക്സ് വിത്ത് നത്തിങ് ഇൻസൈഡ്. A box with nothing inside. Nandana, Smita. Nandana, Smita. Okay. Anjana. Nandana, Smita, Anjana. മൂന്ന് പേരുടെ കറക്റ്റ് ആണ്. യെസ്, ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് empty. ഓക്കെ ഓക്കെ. അടുത്തത് something serious. Something serious. And to act ACT.
and to act immediately. Something serious. Yes. Nandana. Very good. Nandana, Gagana, Rahana. Nandana, Gagana, and Rahana. Okay, it's a correct answer. The situation is, it's a situation. That situation is called emergency. Yes. Answer. To accept ACC EPT. To accept or adopt ADOPD. To accept or adopt a cause, 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 or belief, BELIEF, belief. To accept or adopt a cause or belief. ഇമോഷൻ അല്ല, അത് സംഗതിയാണ്, പക്ഷെ അത് ഇതൊരു ആക്ടിങ് ആണ് അല്ലേ? യെസ്. അക്സെപ്റ്റ് ഓർ അഡോപ്റ്റ് എ കോസ് ഓർ ബിലീഫ്, ഇതൊരു മീനിങ് ആണ്. അതിനൊരു വൺ വേർഡ് ആണ് പറയേണ്ടത്. EM ആരംഭിക്കുന്ന ഒരു വൺ വേർഡ്. ഓക്കെ. രഹന. To accept, ACC EPT, accept or adopt, ADOPT, adopt a cause, CAUSE, a cause or belief. Okay, Anjana, you are right. Yes, that word is called embrace. Embrace, Anjana. Very good. രഹനയും എന്റെ പുറകിലൂടെ വന്നിട്ടുണ്ട്. യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എംബ്രേസ്. അടുത്തത് എ സിംബൽ, SYMBOL, എ സിംബൽ that interrupts, sorry, that represents something. A symbol that represents something. Is the correct answer, Nandana? Nandana, Rahana. Yes, അപ്പൊ രണ്ടുപേരുള്ളൂ. അഞ്ജനയുണ്ട്. യെസ്. ഓക്കെ, സ്മിത. യെസ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എംബ്ലം. യെസ്. അപ്പൊ നമ്മൾ ഈ ലെറ്റർ ഹെഡ് ഒക്കെ അടിക്കുമ്പോൾ അതിനകത്ത് ഏത് സ്ഥാപനമാണോ ഉള്ളത് അവരുടെ ആ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എംബ്ലം കൊടുക്കാറുണ്ട്. ദാറ്റ് റെപ്രസെന്റ്സ് സംതിങ്. അടുത്തത് എ ലാർജ് ഓസ്ട്രേലിയൻ ബേർഡ്. എ ലാർജ് Australian bird similar to an ostrich. Similar to an ostrich. A large Australian bird similar to an ostrich. Is the correct answer, Rahana? Rahana, Nandana, and Anjana. Is the correct answer. The answer is Emu. Emu is the correct answer. Large Australian bird, just like an ostrich. അടുത്തത് the title, TITLE, the title of a Muslim ruler. The title of a Muslim ruler. Okay, Rahana. Okay, Gagana and Gagana and Rasham. Yes, Smita. Correct answer. Emir.
എമിറ്റസ് എന്ന് പറയാമല്ലോ, എമിറ്റസ്. അപ്പൊ മലയാളത്തിൽ അതിനെ പറയുന്ന അമീർ എന്ന് പറയും. അമീർ ഖുസ്രു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പറയും. എമീർ, എമിറ്റസ്, എമീർ. അടുത്തത്, എ വുമൺ ഹൂ റൂൾസ് ആൻ എംപയർ. എ വുമൺ ഹൂ റൂൾസ് ആൻ എംപയർ. EMPIRE. ഓക്കെ രഹന. നന്ദന. ഓക്കെ, രണ്ടുപേരേ ഉള്ളൂ. അഞ്ചനുണ്ട്. കറക്റ്റ് ആൻസർ. അപ്പോ ദാറ്റ് ഈസ് കോൾഡ് എംപ്രസ്. EMPRESS. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്രീൻ സ്റ്റോൺ, STONE, a green stone. Okay, Nandana, Rehana, Smita. Nandana, Rehana, and Smita. Okay, okay, okay. The answer is correct. The answer is, that is called emerald. Emerald crust. Okay, next question. To pay, PAY, pay. To pay someone, to pay someone to work for you. To pay someone to work for you. To pay someone to work for you. Yes. Rahana, Anjana. Okay. Answer correct ആണ്. സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് എംപ്ലോയി, അതായത് ടു പേ സമ്മൺ, ആർക്കെങ്കിലും പൈസ കൊടുക്കുക. ടു വർക്ക് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നതിന് എംപ്ലോയി. ഓക്കെ ഓക്കെ, എംപ്ലോയി അല്ല, എംപ്ലോയി. എംപ്ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കൊടുക്കുന്ന ആളാണ്. ജോലി ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയാ? എംപ്ലോയി. ഓക്കെ, എംപ്ലോയി. അതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആ വേർഡ്. യെസ്. I come to the last question. To express, EXPRESS, to express principles or ideas in a visible form. To express principles or ideas in a visible form. Visible means VISIBLE, visible. Emphasize അല്ല, വേറെ വാക്കുണ്ട് രഹന. Emphasize എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഊന്നൽ കൊടുക്കുക എന്നാണ്. Give importance. To express principles or ideas in a visible, VISIBLE, visible form. Yes.
ഓക്കെ, പറയാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയാ. EMB ബോയ് എന്ന് പറയുന്നതിന്റെ ബി, EMB വരെ പറഞ്ഞിട്ടുണ്ട്. Express principles or ideas in a visible form. EMB ബോയ് എന്നുള്ളതിന്റെ ബി, EMB ബാക്കി. യെസ്, ഒരു സ്പെല്ലിംഗ് കൂടി പറഞ്ഞേക്കാം. EMBO ചോദിക്കരുത്. EMBO EMBO യെസ്. EMBODY embody. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നിങ്ങളുടെ പോയിന്റുകൾ ഞാനൊന്ന് വായിക്കാം. ഗഗന 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സ്മിത 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഞ്ജന 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. നന്ദനക്കും 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. രഹനക്ക് 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 8 പോയിന്റ്. ഓക്കെ, അപ്പോ അടുത്ത ദിവസം വരുമ്പോൾ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കുക എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റി ലൈഫിലെയും വില്ലേജ് ലൈഫിലെയും ഏതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, അതിന്റെ കാരണങ്ങളൊന്ന് നോക്കുക. ആ കാരണങ്ങൾ ഇംഗ്ലീഷിൽ പറയാനായിട്ട് ഒന്ന് തയ്യാറെടുക്കുക. ഓക്കെ, അപ്പോ സ്റ്റേ സേഫ്. ഓക്കെ ബൈ. ഓക്കെ രഹന.